കേരളത്തിലെ CPM പാർട്ടി ആഭ്യന്തര തർക്കങ്ങൾ കൊണ്ട് ഉഴലുകയാണ്. ആ പാർട്ടിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായും ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള അഴിമതികളെ തുറന്നു കാട്ടിക്കൊണ്ടും നിരവധി പാർട്ടി നേതാക്കന്മാരും അണികളും പ്രതികരിക്കുകയാണ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ രക്തസാക്ഷി കുടുംബസഹായ ഫണ്ടിന്റെ വിവാദത്തിനും ചോദ്യങ്ങൾക്കും പാർട്ടി ഓഫീസ് നിർമ്മാണത്തിലെ തിരിമറികൾക്കും ഉത്തരവില്ല. ആ കണക്ക് പ്രദർശിപ്പിക്കും അല്ലെങ്കിൽ ആ കണക്ക് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞതിൽ പാർട്ടി നേതൃത്വം പുറകോട്ട് പോയി. ആ കണക്ക് ചോദിച്ച കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തിരുവനന്തപുരത്തും ഇതേപോലെ തന്നെ രക്തസാക്ഷി കുടുംബത്തിന്റെ സഹായ ഫണ്ട് വെട്ടിപ്പ് നടത്തിയതായിട്ട് രക്തസാക്ഷി കുടുംബങ്ങൾ തന്നെ പറയുന്നു. കേരളത്തിന്റെ മറ്റു പല ഭാഗത്തും സാമ്പത്തിക തിരിമറി നടത്തുന്ന CPM നേതാക്കന്മാർ നിരവധിയാണ്. സഹകരണ സ്ഥാപനങ്ങളിലെ കുപ്രസിദ്ധമായിട്ടുള്ള കരിവണ്ണൂർ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ, ആ കേസുകളിലെ പ്രതികളായവരെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത്തരം ആളുകളെ ഇപ്പോഴും പാർട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്ത് 3 മാസത്തിലേറെ ജയിലിൽ കിടന്നവർക്കെതിരെ പാർട്ടി ഇതുവരെ കമ എന്നൊരു അക്ഷരം നടപടി സ്വീകരിച്ചിട്ടില്ല. അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പത്മകുമാറായാലും വാസുവായാലും ശബരിമല മോഷണ കേസിലെ പ്രതികളാണ്, സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളാണ്. അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആ പാർട്ടിയാണ് കോൺഗ്രസിന്റെ വയനാട് ഭവന നിർമ്മാണ ഫണ്ടിന്റെ പേരിൽ ഞങ്ങളെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ച് ഞങ്ങൾക്കെതിരായിട്ട് പ്രചരണം നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിട്ടൊരു സംവാദത്തിന് തയ്യാറാണെന്ന് പലവട്ടം പറഞ്ഞു. മുഖ്യമന്ത്രി ആ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അപ്പൊ അതുകൊണ്ട് വയനാട് ദുരന്തത്തിൽ ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് ഏറ്റവും അധികം സഹകരിച്ച പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അന്ന് വയനാട് ദുരന്തത്തിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് ആയിരുന്നു, ഗ്രാമപഞ്ചായത്ത് UDF ആയിരുന്നു, MLA നിങ്ങൾക്കറിയാം അത് സിദ്ദിഖാണ്, അതുപോലെ MP രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയുമാണ്. അവരെല്ലാവരും ആ ദുരന്ത മുഖത്ത് ഓടിയെത്തുകയും പരമാവധി സർക്കാർ സംവിധാനങ്ങളുമായിട്ട് സഹകരിക്കുകയും ചെയ്തു. എല്ലാ MLA മാരും അവരുടെ 1 മാസത്തെ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞു. 1 മാസത്തെ ശമ്പളം കൊടുക്കാൻ തയ്യാറായി. ഇത് പ്രത്യേകമായൊരു നിധി രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോലും തയ്യാറായിട്ടില്ല ഗവൺമെന്റ്. ഞങ്ങൾ എന്നാലും ആത്മാർത്ഥമായിട്ട് എല്ലാ പുനരധിവാസത്തിലും ദുരന്ത നിവാരണത്തിലും ആളുവർത്ഥവും നൽകി ഞങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത്. സമീപത്തുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ, കർണാടക, തെലങ്കാന ഗവൺമെന്റുകളും അവരും ആ വിഷയത്തിൽ അയൽ സംസ്ഥാനത്തിന്റെ ദുരന്തത്തിൽ സഹായിക്കാൻ ശക്തമായ മനോഭാവവുമായിട്ട് അവരും രംഗത്ത് വന്നു. വലിയ തുക അവരും കൊടുത്തിട്ടുണ്ട്. പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അക്കൗണ്ട് വഴി, ഒരു ജോയിന്റ് അക്കൗണ്ടാണ്. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ. K. സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിരുന്നു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തു. ഇപ്പം ഞാനും പ്രതിപക്ഷ നേതാവും ആണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ആ അക്കൗണ്ടിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട്, മലയാളികളോട് പറയുന്നു, ആകെ ഇതുവരെ ലഭിച്ചത് 5,38,21,632 രൂപയാണ്. ആ അക്കൗണ്ടിൽ ആകെ ലഭിച്ചത് 5,38,21,632 കോടി രൂപയാണ്. അതിലെ 2 ഘട്ടങ്ങളിലായിട്ട് KPCC പ്രസിഡന്റിന്റെ പേരിൽ, അത് പേഴ്സണലായിട്ടല്ല, ആരോ ഒരു തമാശ പറഞ്ഞു, അത് സണ്ണി ജോസഫും സതീശനും നാമനിർദ്ദേശ പത്രികയിലെ ഈ സ്ഥലം കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് അവരുടെ അറിവില്ലായ്മയായിരിക്കാം. ആദ്യഘട്ടത്തിൽ 3 ഏക്കർ 24.5 സെന്റ് ഭൂമി KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എൻ്റെ പേരിൽ 3,68,36,382 രൂപ മുടക്കി 3 ഏക്കർ 24.5 സെന്റ് സ്ഥലം 3,68,36,388 രൂപ ചെലവിൽ ആ സ്ഥലം വാങ്ങി. 3,68,00,000. അതിന് മുദ്രപത്രം, രജിസ്ട്രേഷൻ ഫീസ്, TDS, കോണ്ടൂർ സർവേ, ഡോക്യുമെന്റ് ഉൾപ്പെടെ ചെലവായിട്ടുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസിന് 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് പിരിക്കുകയും
അവരത് KPCCക്ക് നൽകുകയും ചെയ്തു. ഇതിൻ്റെ ആപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി സുധാകരൻ പ്രസിഡന്റ് സമയത്ത് ഈ ഫണ്ട് കളക്ഷന് വേണ്ടി ആപ്പ് നിർമ്മിക്കുന്നതിനും മറ്റുമായിട്ട് 9,30,000 രൂപ ചെലവാക്കി. 9,30,000. 1,05,00,000 രൂപ പരസ്യമായിട്ടുള്ള ചടങ്ങിൽ വെച്ചാണ് എന്നെ ഏൽപ്പിച്ചത്. 30,000 രൂപ. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് 2 ഏക്കർ 18 സെന്റ് ഭൂമിയാണ്. അതിന് 2,50,30,272 രൂപ കൊടുത്തു. 2 ഏക്കർ 18 സെന്റ് എടുക്കുന്നതിന് 2,50,30,272 രൂപ കൊടുത്തു. ആ, അല്ല, യൂത്ത് കോൺഗ്രസ് പുറമെയാണ്. അക്കൗണ്ട് വഴി കിട്ടിയതാണ് 538. അതിൻ്റെ കൂടെയാണ് യൂത്ത് കോൺഗ്രസ് 1,05,00,000. രണ്ടാം ഘട്ട ഭൂമി ഏറ്റെടുക്കുന്ന 2 ഏക്കർ 18 സെന്റിന് 2,50,30,272 രൂപ കൊടുത്തു. ഡോക്യുമെന്റ് ചെയ്യാൻ പൂർത്തീകരിച്ചു വരികയാണ്. നിലവിൽ ഈ കൊടുത്ത സംഖ്യ കിട്ടിയത് കഴിച്ച് ഇതിനായിട്ട് കോൺഗ്രസ് പാർട്ടിയും യൂത്ത് കോൺഗ്രസും പിരിച്ചത് തികയാതെ വന്നപ്പോൾ KPCCയുടെ തനത് ഫണ്ടിൽ നിന്ന് 97,51,212 രൂപ അധികമായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ KPCCയുടെ ഫണ്ടിൽ നിന്ന് പിരിച്ചു കിട്ടിയതിനേക്കാൾ ഉപരിയായിട്ട് 97,51,212 രൂപ അധികമായിട്ട് ചെലവാക്കിയിട്ടുണ്ട്. ഇനിയും ഭൂമി വാങ്ങുന്നതിന് 73,90,985 രൂപ കൂടി ഈ ഭൂമിയുടെ രജിസ്ട്രേഷനും അതിൻ്റെ സർവേ ഉൾപ്പെടെയുള്ള EDS, കോണ്ടൂർ സർവേ, മുദ്രപത്രം, രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കെല്ലാം കൂടിയായിട്ട് 73,90,985 കോടി രൂപ കൂടി ആവശ്യമുണ്ട്. രൂപ കൂടി ആവശ്യമുണ്ട് രജിസ്ട്രേഷൻ. ഈ ഭൂമി ഇടപാടുകളെല്ലാം തന്നെ അക്കൗണ്ട് വഴിയാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നും ക്യാഷ് നേരിട്ട് നൽകിയിട്ടില്ല. എല്ലാം തെളിവുള്ള സംഗതികളാണ്. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സംശയത്തിൻ്റെ പുകപറയുണ്ടാക്കാൻ അവിടെ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ച ടി സിദ്ദിഖിൻ്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. പ്രിയങ്കാ ഗാന്ധിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ഞങ്ങൾ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി വാങ്ങിയ സ്ഥലത്താണ് അവർ കയ്യേറി വീട് സ്ഥാപിക്കാൻ തുടങ്ങിയത്. ഗവൺമെൻറ് പദ്ധതികൾ എന്താ? ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ നേതൃത്വം നിലപാട് സ്വീകരിക്കേണ്ടത്? ആ, അതെ, അതൊരു ആക്ഷേപപരമായിട്ടുള്ള, അതാണ് മെയിനായിട്ട് ഈ കാര്യം. ബോധ്യം വന്നല്ലോ. ആർക്കും പരിശോധിക്കാവുന്നതാണ് എൻ്റെ കണക്കുകൾ, അക്കൗണ്ടും എൻ്റെ രേഖയും. ഇനിയും ഞങ്ങൾ പൈസ അത് സമാഹരിക്കും. AICCയും അത് രാഹുൽജിയും പ്രിയങ്കാജിയും ഉൾപ്പെടെയുള്ള അവരുടെ നിയോജകമണ്ഡലത്തിലെ ഒരു സംഭവമായതുകൊണ്ടും KPCC ഏറ്റെടുത്ത ഒരു സംഭവമായതുകൊണ്ടും ഞങ്ങളതിന് ഇനിയും പണം, പാർട്ടിയുടെ പണം കണ്ടെത്തിക്കൊണ്ട് വീട് നിർമ്മിക്കും. ഞങ്ങൾ പണം, പാർട്ടിക്ക് പണമുണ്ട്, ആ പണം ഉപയോഗപ്പെടുത്തും. ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കിയല്ലോ. ഇപ്പൊ തന്നെ പിരിച്ച പൈസയിൽ കൂടുതൽ ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഫണ്ട് കളക്ഷൻ ഇല്ല. ഇനി ഫണ്ട് കളക്ഷൻ ഇല്ല. കോൺഗ്രസ് പാർട്ടിയുടെ, അതാ ഞാൻ പറഞ്ഞ തനത് ഫണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലാതെയുള്ള ഫണ്ട് ഉപയോഗിച്ച് AICCയുടെയും KPCCയുടെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ഞങ്ങൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കും. അതൊരു കാര്യം. പിരിച്ചെടുക്കേണ്ടതില്ല. പാർട്ടിക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. ആരെങ്കിലും തന്നാൽ ഇപ്പൊ തന്നെ റെസീറ്റ് തന്നെ. കോൺഗ്രസിന്റെ ആവശ്യങ്ങൾക്ക് ഒരുപാട് പൈസ പിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിനായിട്ടൊരു പ്രത്യേക പിരിവില്ലെന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞു. ആ, അതൊന്ന്. പിന്നത്തെ കാര്യം, കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ഇടപെടണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമല്ലാതാക്കുന്നതിനുള്ള ഏകപക്ഷീയമാക്കാൻ ഭരണകക്ഷിയായ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഇവിടുത്തെ ജില്ലാ ഭരണാധികാരികളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്. പേരാവൂർ നിയോജകമണ്ഡലത്തിൽ ഇതുവരെയും പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ബാലറ്റ് പേപ്പർ കിട്ടിയിട്ടില്ല.
ഇന്നലെയും ഇന്നുമായിട്ട് അവർ നെട്ടോട്ട് ഓടുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അവർ നെട്ടോട്ട് ഓടുകയാണ്. ഇന്നും അത് കിട്ടിയിട്ടില്ല. അത് എപ്പോൾ കിട്ടുമെന്നുള്ള ഉത്തരവില്ല. മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകളിൽ കയറി ആളുകളുടെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, 85 വയസ്സ് കഴിഞ്ഞവരുടെ, കിടപ്പ് രോഗികളുടെ. അതിൻ്റെ ഒരു ഫോട്ടോയായത്, ആ പെട്ടിയുടെ ഒരു ഫോട്ടോയായത്. ആ പെട്ടിയിലെ അതിനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഓട്ട അല്ലെങ്കിൽ തുള, അത് എത്ര വലുതാ. ഇതിപ്പോൾ എല്ലാവരും ചെയ്താൽ നിങ്ങൾ ഒറിജിനൽ എവിടെയെങ്കിലും പെട്ടി ഒന്ന് പരിശോധിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് യാതൊരു സെക്യൂരിറ്റി ഇല്ല. ഇതാർക്കും ഇത് കുടഞ്ഞിട്ടാൽ ഇത് താഴേക്ക് വരും. ഇതൊരു കമ്പി ഉണ്ടോ ഒരു ഈർക്കിളി ഉണ്ടോ വോട്ടെടുക്കാം. അല്ലാതെ തന്നെ ഇങ്ങനെ കമത്തിയാൽ ഈ ബാലറ്റ് പേപ്പർ എന്തിനാ ഇത്രയും ഒരു ചെറിയ ബാലറ്റ് പേപ്പർ അതിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ, അതിലേക്ക് നിക്ഷേപിക്കൽ മാത്രമാണല്ലോ. തിരിച്ചെടുക്കുന്ന ലോക്കല്ലേ, ലോക്ക് തുറന്നിട്ടില്ലേ തിരിച്ചെടുക്കേണ്ടത്. അതിലേക്ക് നിക്ഷേപിക്കാൻ ഒരു നേർച്ചപ്പെട്ടി, അമ്പലത്തിലെ പള്ളികളിലെ പോലെ ഒരു നേർച്ചപ്പെട്ടി പോലെ അതിലേക്ക് ഇൻസർട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ദ്വാരം മാത്രം മതിയെന്നിരിക്കെ അതിൽ നിന്ന് കൃത്രിമമായിട്ട് കളവായിട്ട് വോട്ട് തിരികെ എടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിയപ്പോൾ ഞാൻ തന്നെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പം അദ്ദേഹം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇത് പരിശോധിക്കും, അല്ലെങ്കിൽ ഇതിന് തെറ്റുവരുത്താത്ത രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നതിന് പകരം എന്നോട് അദ്ദേഹം കയർത്തും തട്ടിക്കയറിയും സംസാരിക്കുകയത്. സാധാരണഗതിയിൽ നവീൻ ബാബുവിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ പോലും ഞാൻ കയർത്ത് സംസാരിക്കാത്ത ആളാണ് കളക്ടർക്കെതിരെ. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ഭരണകക്ഷിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതിന് ഉത്തരം പറയണം. ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദ്വാരം നിർമ്മിച്ചത്? ഇതിലൂടെ കൈപോലും കിടക്കും. ഒരു ഈർക്കിളിയോ ഒരു കമ്പി കഷ്ണോ ചെറിയ ഒരു കുടുക്കുണ്ടാക്കിയിട്ട് ഒരു കുടിലോ എടുക്കത്തക്ക രൂപത്തിൽ ദിസ് ക്യാൻ ബി മിസ്യൂസ്ഡ്, ദിസ് ക്യാൻ ബി ടാമ്പേർഡ് വിത്ത്. ഇതിനുള്ളിലുള്ള ബാലറ്റ് പേപ്പർ അത് തിരുത്താൻ പറ്റും. അതെടുത്ത് ഇരിട്ടി മുനിസിപ്പാലിറ്റി അങ്ങനെ അനുഭവം ഉണ്ട്. ഒരു വാർഡിൽ 12 വോട്ടുകൾ പോസ്റ്റൽ ബാലറ്റ് ചെയ്തു. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം UDFന് കുറച്ച് വോട്ടുകൾ അതിലുണ്ട്. കൃത്യമായിട്ട് ആളുകൾ അറിയാമല്ലോ. നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നൊക്കെ ഏതാണ്ട് അറിയുന്നവരുണ്ടല്ലോ. നിങ്ങൾ പത്രക്കാരൊക്കെ കണക്കൂട്ടുന്നത് അങ്ങനെയല്ലേ? അവസാനം വോട്ടെണ്ണുമ്പോൾ 12 വോട്ടും LDFന്. കാരണം ഇങ്ങനത്തെ ഗ്യാപ്പാണ്. ഈസിലി അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ടാപ്പ്. അത് ജില്ലാ കളക്ടർ എടുത്ത് ചൂണ്ടിക്കാട്ടിയപ്പോൾ സാധാരണ കോമൺ സെൻസിൽ ഇത് അധികമായി പോയി, ഇതിന് പരിഹാരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ചെക്ക് ഇതിൻ്റെ അകത്തുണ്ടാവും എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം എന്നോട് അത് മാധ്യമങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ മുകളിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഉത്തരവില്ല. ഈ കാര്യത്തിന് കണ്ണൂർ ജില്ലാ കളക്ടർക്ക് ഉത്തരവില്ല. അവരാണ് നിർമ്മിച്ചത്. മനഃപൂർവ്വമാണ്, ബോധപൂർവമാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അതാണ് KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയും DCC പ്രസിഡന്റും പറഞ്ഞത്. അതിന് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന നിലപാട് പാടില്ല. ഇതിനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്തെ CEO-യും ഈ കാര്യത്തിൽ ഇടപെടണം. ഗവൺമെന്റ് അല്ല തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്, ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴും നടത്താമല്ലോ. അത് എവിടെയാ കൊണ്ട് വെക്കുന്നത്? എന്തിനാ ഇത്? ദിസ് എ ക്വസ്റ്റ്യൻ ഓഫ് കോമൺ സെൻസ്. നിങ്ങൾ നേർച്ചപ്പെട്ടി കണ്ടിട്ടില്ലേ? ഇവിടെ ഉണ്ട് നേർച്ചപ്പെട്ടി. അമ്പലങ്ങളിൽ കണ്ടിട്ടില്ലേ? പള്ളിയിൽ കണ്ടിട്ടില്ലേ? ഇതെന്തിനാ? അദ്ദേഹം പറഞ്ഞ ഒരു പേപ്പർ, ഒരു ബാലറ്റ് പേപ്പർ അതിനുള്ളിലേക്ക് തള്ളിയിടാൻ വേണ്ടി മാത്രമാണ് ഈ ഹാൾ. അത് നിർമ്മിക്കുന്നവർക്ക് അറിയാൻ മേലെ, അല്ലെങ്കിൽ നിർമ്മിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നവർക്ക്, സൂപ്പർവൈസ് ചെയ്യുന്നവർക്ക് അറിയാൻ മേലെ. എന്തിനാണ് ഇങ്ങോട്ട് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സംവിധാനം? അത് ഏത് ഘട്ടത്തിലും മിസ്യൂസ് ചെയ്യപ്പെടാമല്ലോ. ഏതിൻ്റെ മരുവൊന്നുമില്ല ലോകത്തേക്ക്. ഉദ്യോഗസ്ഥന്മാരെ ആരെയാണ് വെച്ചേക്കുന്നത്? സർവ്വസ്ഥലത്തും മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവികളെ മാത്രമേ വെച്ചിരിക്കുന്നത്. സാധാരണ ഇലക്ഷനിൽ അത് മാർക്കറ്റെടുത്ത് എല്ലാ സംഘടനയുടെ ആളുകളെ വെക്കാറുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഏകവിഷയമായിട്ടാണ് ഉദ്യോഗസ്ഥ വിന്യാസം. അതും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ്
ഈ അപകടം കൂടുതൽ ശക്തമായിട്ട് വരുന്നു. ഈ വിഷയം ചൂണ്ടിക്കാട്ടിയപ്പോൾ കളക്ടർ താങ്കളോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, കളക്ടറോട് ചോദിക്കും. അത് താങ്കൾ പ്രധാനപ്പെട്ട ഒരു അല്ല, പ്രധാനപ്പെട്ടതല്ല, ഞാൻ ഒരു സാധാരണക്കാരനാണ്. പക്ഷെ ചൂണ്ടിക്കാട്ടിയതിന് അദ്ദേഹത്തിന് ഉത്തരവില്ലായിരുന്നു. അതായത് LDF-ന് ചെയ്യുമെന്ന് ഉറപ്പുള്ള വോട്ടുകൾ പരിശോധിച്ചപ്പോൾ പിന്നീട് എല്ലാം LDF-ന് വന്ന രീതിയിൽ കണ്ടുവെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്ത വോട്ട് UDF-ന് ചെയ്തതാണെങ്കിൽ അത് അസാധുവാക്കി കളയാനല്ലേ പറ്റും, LDF-ന് വരുത്താൻ അങ്ങനെ പറ്റും. അല്ലല്ല, അത് ഞാനിപ്പോ എന്റെ വിദ്യ പഠിപ്പിക്കണ്ട. ഇത്രയും കളവ് ചെയ്യുന്നവർക്ക് ബാക്കിയായിരുന്നു നിങ്ങൾ അവരോട് ചോദിക്കും. ഇപ്പൊ എന്റെ ബൂത്തിൽ, എന്റെ വീട്ടില് ചോദ്യം, എന്റെ വീട്ടിൽ നോട്ട് ചെയ്ത് പോയി. ഈ ബൂത്തിൽ വോട്ടെണ്ണുമ്പോൾ ഒരു വോട്ട് പോലും UDF-നില്ല. ഞാൻ വോട്ട് ചെയ്തു, ഒരു വോട്ട് പോലും UDF-നില്ല എന്ന് വന്നാൽ അതാണ് ഞങ്ങൾക്ക് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലുള്ള അനുഭവം. പോയിന്റ്, അതിൻ്റെ കൂടെ പോയിന്റ് പറയുന്നത്, ഇത് ഇത്തരത്തിൽ മാൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യത ഇതിൻ്റെ അകത്ത് പ്രകടമല്ലേ. അത് ഞാനിപ്പോൾ പറയുന്നില്ല. ടാമ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ല, ഇടപെടുക, തിരുത്താം, നശിപ്പിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത്രയും കൂടെ പുതിയ ഇനി നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കണോ? നേരത്തെ ഒരു ഏകദേശം ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നില്ല, സ്ഥലത്തിന് ഇത്ര ബന്ധം വരും, വീട് വെക്കാൻ ഇത്ര പൈസ വേണ്ട വരും, ഏകദേശം ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇല്ലില്ല. 150 പ്രഖ്യാപിക്കുമ്പോൾ എന്താണെങ്കിലും ആ ചെലവ് ചെയ്യാനാ തീരുമാനം. അതിന് എസ്റ്റിമേറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും സാധാരണ അവർ കമ്പനി വീടുണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ വീട്ടുകാരൻ വീടുണ്ടാക്കുന്ന പോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടല്ല കളക്ഷൻ ചെയ്യുന്നത്. നല്ല ടാർഗറ്റ് ഉണ്ട് ചിലപ്പോൾ. അല്ലല്ല അതൊന്നും അത് എതിരാ ഞങ്ങളുടേതായ എഫർട്ട്, ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ അതിലേക്ക് മുടക്കുന്നു. ഇല്ലില്ല, ആ ഫണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഫണ്ടിന്റെ അകത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ഫണ്ട്. ഇപ്പൊ എന്റെ ഫണ്ട് പോയത്, എന്റെ ഫണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇവിടെ എനിക്കെതിരെ ഒരു സോഷ്യൽ മീഡിയ പ്രചരണമുണ്ട് CPM-ന്റെ. ഷാഫിക്കെതിരെ കാഫീർ സ്ക്രീൻഷോട്ട് ആയിരുന്നെങ്കിൽ എനിക്കെതിരെ ഉന്മേഷിൻ്റെ ഒക്കെ വാട്സപ്പിലുണ്ടാവുമല്ലോ, ഇല്ലേ? എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന വയനാട് ദുരന്തത്തിൽ 10 രൂപ കൊടുക്കാത്ത MLA എന്നാണ് എനിക്കെതിരെ വിശേഷണം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാനത് പരതിയപ്പോൾ, ഞാനല്ല എൻ്റെ PA പരതിയപ്പോൾ, ചീഫ് സെക്രട്ടറി എനിക്ക് അയച്ച നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള 50,000 രൂപ എൻ്റെ ശമ്പളം കൊടുത്തതിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കത്തും അതിൻ്റെ കൂടെ എനിക്ക് അയച്ച റിസീറ്റും കൂടെ എൻ്റെ കടലാസ് കേടലുണ്ട്. അതായിരുന്നു അവരുടെ പ്രചരണം. അപ്പം ഞങ്ങൾ ഉൾപ്പെടെ MLA-മാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രളയത്തിൻ്റെ കെടുതി പരിഹരിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ എഫർട്ടിനോട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും പാർട്ടി തലത്തിൽ ഞങ്ങൾ നടത്തിയ പരിശ്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അത് ഞങ്ങൾ പൈസ ഉണ്ടായിക്കോളൂ, നിങ്ങൾ ആരും തരണ്ട. അതാരും ഒന്നുകൊണ്ട് വൈകിട്ട് ഇത്തരം ഒരു കാര്യത്തിൽ വലിയ വൈകലുണ്ടായിട്ടില്ല. ഇതിന് ഒരുപാട് പ്രോസസ്സുണ്ട്. ഒരൊറ്റ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് ആദ്യമേ വേണ്ടത് സ്ഥലമാണ്. ആ സ്ഥലം ഗവൺമെൻറ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്യണം. അതിൽ ഗവൺമെൻറ് റിക്വസ്റ്റ് കൊടുത്തു, സ്ഥലം അലോട്ട് ചെയ്തില്ല. വയനാട്ടിൽ സ്ഥലം വാങ്ങണമെങ്കിൽ ഇപ്പം അവിടുത്തെ ഒരു തോട്ടം സ്ഥലം മേടിക്കണമെങ്കിൽ അതിന് എക്സംഷനും കാര്യങ്ങളും ഉണ്ട്. ഗവൺമെൻറ് അതിന് സഹകരിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ സ്വകാര്യ സ്ഥലം ഞങ്ങളുടേതായിട്ട് തന്നെ ഞങ്ങൾ സമ്പാദിക്കാൻ ഞങ്ങൾ വാങ്ങുന്നു. അതിന്റെ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോയി. അല്ലല്ല, നിങ്ങൾക്ക് മലയാളം മനസ്സിലാവില്ല. അതെ, അതിനേക്കാൾ കൂടുതൽ മുടക്കി. നിങ്ങൾക്ക് മനസ്സിലായില്ല? വേറെ ചോദിച്ചു, അവരോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞുതരാം. ആദ്യത്തെ ഈ ചോദ്യത്തിനല്ലേ ആദ്യം മറുപടി. 3,68,36,388 രൂപ മുടക്കി ആദ്യത്തെ സ്ഥലം മേടിച്ചു. രണ്ടാമത്തെ സ്ഥലത്തിന് 2,50,30,272 രൂപ കൊടുത്തു. അപ്പൊ മനസ്സിലായില്ലേ? 5 കോടി എന്ന് റഫായിട്ട് പറഞ്ഞത് 5 കോടി കൂടുതൽ 6 കോടിയായി. അത് അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവർ ഡീൽ ചെയ്തു. ഈ കെ സുധാകരൻ KPCC പ്രസിഡന്റായ ഘട്ടത്തിലാണ് ഈ ഒരു പണം സ്വരൂപിക്കുന്നത്. സ്വാഭാവികമായി അന്ന് സെമി കേഡർ സംവിധാനങ്ങൾ ഏർപ്പാടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് കെ സുധാകരൻ അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. സ്വാഭാവികമായും അതിനുശേഷം ഈ ഒരു വീടിന് 130 വീട് പ്രഖ്യാപിച്ചു. ഒരു വീടിന് 10 ലക്ഷം രൂപ കണക്കാക്കിയാൽ തന്നെ 13 കോടിയിലധികം രൂപ വേണം. സ്വാഭാവികമായിട്ട് അതുപോലും പിരിഞ്ഞു കിട്ടാത്ത സംഘടനാ സംവിധാനത്തിന്റെ പരാജയമല്ലേ?
കേരളത്തിലെ സംഘടനാ സംവിധാനത്തിന്റെ വിജയമാണ് പാർലമെന്റ് ഇലക്ഷനിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും അഭൂതപൂർവമായ വിജയം. അല്ല, ഫണ്ട് പിരിവിന്റെ കാര്യത്തിലാണ് താങ്ക് യു അതിന് ഉത്തരവില്ല. താങ്ക് യു. ഫണ്ട് പിരിവും ഇത്രയും നടത്തിയതും ഗവൺമെന്റുമായിട്ട് സംഘടനാ സംവിധാനം അതിശക്തമാണ്. അതിശക്തമായ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ടാണ് പാർലമെന്റ് ഇലക്ഷനിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും വൻപിച്ച വിജയം കൊയ്യാൻ സാധിച്ചത്. ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതാവും. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് മാത്രമല്ലല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. താങ്ക് യു.